സമരസമിതി അത് പറയുന്നുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ഇതിന്റെ കുറ്റപത്രമൊക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര ടൂതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും ഓരോരോ പുതിയ വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടാറുള്ളത് അല്ലേ. ഇത് കുറച്ച് പഴയ വിഷയമാണ് കേട്ടോ. കാര്യം നമ്മുടെ ഒരു നാടിനെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു വാളയാർ കൊലക്കേസ്. കൊലപാതകമാണോ ആത്മഹത്യയാണോ മുഴുവൻ ഒരു കോൺട്രവേഴ്സീസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കേസായിരുന്നു അത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്ത് വിടാതിരിക്കുക. നമ്മളെപ്പോലെ കുഞ്ഞു ചാനലുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ചാനലുകൾ റെഫർ ചെയ്തും ന്യൂസ് ചാനലുകൾ കണ്ടിട്ടും ഒക്കെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ചെറിയൊരു വിഷയമായിട്ട് എത്തുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ എത്രമാത്രം സത്യസന്ധമായി അവതരിപ്പിക്കുക അത്രമാത്രം സത്യസന്ധമായി അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. വീണ്ടും പുതിയൊരു വിഷയമായി നിങ്ങളുടെ മുന്നിൽ എത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അതിന് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് വ്യൂ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എല്ലാവരും അറിഞ്ഞതും കണ്ടതും കേട്ടതുമായ സംഭവമാണ് വാളയാറിൽ നടന്ന അതിക്രൂരമായ 2 മരണം അല്ലേ. 2017 ജനുവരിയിലും 2017 മാർച്ചിലുമായിട്ടാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ആ സമയത്ത് പോലീസ് ഇത് അന്വേഷിച്ചു, കുറ്റവാളികളെ കണ്ടെത്തി. കൃത്യമായി കുറ്റം ചെയ്തവർക്കല്ല ശിക്ഷ കിട്ടിയത് എന്നതിൻ്റെ പേരിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നു, ഒരു സമരസംഘം ഉടലെടുക്കുന്നു. കുട്ടിയുടെ അമ്മ, അച്ഛൻ, കുറച്ച് ആളുകൾ എല്ലാവരോട് ചേർന്ന് ഒരു സമരം തുടങ്ങുന്നു. അതിൻ്റെ പേരിലായിട്ട് കേസ് CBI ഏൽപ്പിക്കുന്നു. CBI അന്വേഷിച്ച് കുറ്റപത്രം 2025 സമർപ്പിച്ചു. ഇപ്പോൾ വാദി പ്രതിയായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. ആ മരണപ്പെട്ട കുഞ്ഞു മക്കൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിപ്പം ഡെയിലി ഇത് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതിൽ കുറച്ച് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. കാര്യം ഇതിൽ കുറച്ച് നാടകീയ രംഗങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് ഈ മൂത്ത പെൺകുട്ടി ചൂഷണത്തിന് വിധേയമായത് അമ്മയ്ക്ക് അറിയാമായിരുന്നു, അമ്മയുടെ അറിവോടുകൂടിയായിരുന്നു എന്നും ഈ പ്രതിയെ ഡെയിലി വീട്ടിൽ വിളിച്ച് മദ്യസൽക്കാരം നൽകുന്നുണ്ടെന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ക്ലിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. കേസിലെ 1-ാം പ്രതിയുമായി കുട്ടികളുടെ സാന്നിധ്യത്തിൽ അമ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും 2 ആഴ്ച മുൻപ് നൽകിയ കുറ്റപത്രത്തിൽ CBI പറയുന്നുണ്ട്. വാളയാറിലെ കുഞ്ഞുങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു പോന്ന ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് CBI സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത്. 2 പെൺകുഞ്ഞുങ്ങളും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നത് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നെന്നാണ് വെളിപ്പെടുത്തൽ. പെൺകുട്ടികളുടെ അമ്മ കുട്ടികളുടെ സാന്നിധ്യത്തിൽ 1-ാം പ്രതി മധുവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. മൂത്ത കുട്ടിയെ മധു പീഡിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യസൽക്കാരം നടത്തി. 2016 ഏപ്രിലിൽ 1-ാം പ്രതി മൂത്ത മകളെ അപമാനിക്കുന്നത് അമ്മ കണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് പ്രതി വീണ്ടും കുട്ടിയെ പീഡിപ്പിക്കുന്നത് അച്ഛനും സാക്ഷിയായി. 2017 ജനുവരി 13-നും മാർച്ച് 4-നുമാണ് കുഞ്ഞുങ്ങളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നിട്ടും മാതാപിതാക്കൾ 1-ാം പ്രതി മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് പോലീസിൽ അറിയിച്ചില്ല. മൂത്ത മകളുടെ മരണശേഷവും ഇളയ പെൺകുട്ടിയെ അമ്മയും അച്ഛനും 1-ാം പ്രതിയുടെ വീട്ടിലേക്ക് അയക്കാറുണ്ടായിരുന്നു. CBI കുറ്റപത്രത്തിൽ മധു 1-ാം പ്രതിയും അമ്മയും അച്ഛനും 2ഉം 3ഉം പ്രതികളാണ്. കേസിൽ മുഴുവൻ പ്രതികളെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത CBI 2 ആഴ്ച മുന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പെൺകുട്ടികളെ ബലാത്സംഗത്തിനും മരണത്തിനും ഇടയാക്കിയത് മാതാപിതാക്കൾ മനഃപൂർവ്വമാണെന്ന നിഗമനത്തിലാണ് CBI. CBIയുടെ കുറ്റപത്രം ത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു വാർത്തയിലൂടെ ഈ ന്യൂസ് ക്ലിപ്പിലൂടെ നിങ്ങൾ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അമ്മ നമ്മുടെ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. അവർ കുറച്ച് സംശയങ്ങൾ ഈ അമ്മയോട് ചോദിക്കുന്നുണ്ട്. അമ്മ അതിന് കുറച്ച് ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. അതും കൂടെ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ അതും കൂടെ കണ്ടിട്ട് വേണം നമുക്ക് സംസാരിക്കാനായിട്ട്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കുറ്റപത്രത്തിൽ പെൺകുട്ടികളുടെ അമ്മയെയും 2 അച്ഛനെയും പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പെൺകുട്ടികളുടെ അമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ കുറ്റപത്രത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കെതിരെയും ബലാത്സംഗ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതായത് പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം അറിഞ്ഞിട്ടും കൃത്യമായി അത് പോലീസിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിച്ചില്ല എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ ഇതിൽ പ്രതി ചേർക്കുകയും ചെയ്തത്. ഈ പീഡന വിവരം നേരത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നു? നമ്മൾക്കറിയാവുന്ന വിവരങ്ങളൊക്കെ നമ്മൾ വന്ന പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്.
മക്കൾക്ക് ഇങ്ങനെ പീഡിപ്പിക്കുക, അതായത് മകള് പീഡിപ്പിക്കപ്പെട്ടു എന്നറിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോഴാണ്. അതുവരെയും പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് മധുവിൻ്റെ കയ്യിൽ നിന്ന് അവിടെ ഇവിടെ തോണ്ടലും പിച്ചലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെ പീഡനത്തിനിരയായി എന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ മധുവിന്റെ ഭാഗത്ത് അത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഉണ്ടായപ്പോൾ നിങ്ങൾ കൃത്യമായി ഒരു നിയമ നടപടിക്ക് ഒരുങ്ങാതിരുന്നുണ്ടോ? അന്ന് വെച്ചാൽ ഇങ്ങനെ നിയമ നടപടി പറഞ്ഞാൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകണം വരണം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം മാത്രമല്ല, വലിയ മധു ചെറിയച്ഛൻ്റെ മകനാണ്, എൻ്റെ ആങ്ങളെയും കൂടിയാണ്. അവൻ്റെ മൂത്ത 2 പെൺകുട്ടികൾ കല്യാണത്തിനുള്ളത് കൊണ്ടും വീട്ടിൽ പോയിട്ട് ഞാൻ എന്തായാലും ഒരു പ്രശ്നമാക്കാതിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ സമയത്ത് ഈ ഇവൻ്റെ അമ്മയാണെങ്കിലും അമ്മായാണെങ്കിലും എല്ലാവരും പറഞ്ഞു, നിന്റെ കാരണം അച്ഛനില്ലാത്ത മക്കളാണ്, അവർക്കൊരു ജീവിതം ഇല്ലാതാക്കണ്ട, ഇനി മധു നിന്റെ വീട്ടിൽ വരാതെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുടുംബമാണ്. മകള് 10 വയസ്സാകുമ്പോഴേക്കും പ്രായപൂർത്തിയാത്തത് കൊണ്ട് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേടാണല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ അന്നൊന്നും. മാത്രമല്ല, ഇതിങ്ങനെ പോകാനൊന്നും നമുക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു പ്രശ്നം കുടുംബത്തിൽ തന്നെ ഉണ്ടാകുന്ന സമയത്ത് അത് സ്റ്റേഷനിൽ പോകണം വരണം എന്നൊന്നും അന്നൊന്നും പറഞ്ഞു തരാനുള്ള ആൾക്കാരും ഇല്ല, നമ്മൾക്കും അറിയാൻ പാടില്ല. ഇപ്പോഴൊക്കെയാണ് അറിയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അന്നൊക്കെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു പേടി തന്നെയാണ്. നിയമപോരാട്ടത്തിന് കൂടെ നിൽക്കാനും ആരും ഉണ്ടായിരുന്നുമില്ല, അറിയൂല്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിനുള്ളൊരു ശിക്ഷ കിട്ടുമോ ഇല്ലയോ അങ്ങനെയുള്ളതെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിലൊക്കെ പേടിയായിരുന്നു. അതിനെ കൊണ്ടൊക്കെയാണ് പോകാതിരുന്നത്. മറ്റു നീതി തേടിയുള്ള ഈ സമരത്തിന്റെ പല ഘട്ടങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന്. ആ അട്ടിമറി തന്നെയാണ് ഇപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള ഈ കുറ്റപത്രത്തിൽ നിങ്ങളെ പേര് ചേർക്കാനുള്ള കാരണത്തിന് പിന്നിൽ എന്നാണ് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ വന്ന CBIയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തിയത്. അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് ഇപ്പൊ അച്ഛനും അമ്മനെയും പ്രതി ചേർത്തുകൊണ്ട് ഇപ്പൊ ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതും. CBIക്ക് അതിന്റെ ആവശ്യം എന്താണ്? ഇതിൽ യഥാർത്ഥ പ്രതികള് CBIനെ സ്വാധീനിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ പ്രതികൾക്ക് വേണ്ടി ഇപ്പൊ നിലവിലുള്ള പ്രതികള് കുറ്റമേറ്റുകൊണ്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സമരം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ അകത്ത് ഓരോന്ന് കൊഴിഞ്ഞു പോയത്. ഓരോന്നും അവിടെ ഇവിടെയും പോയി കെട്ടിത്തുങ്ങി ചത്തതൊക്കെ നമ്മൾ സമരം ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഇനി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ കുറ്റബോധം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജാമ്യം കിട്ടി പിറ്റേ ദിവസം കെട്ടിത്തുങ്ങിച്ചാവും, വർഷങ്ങളോളം കാത്തിരിക്കുക. അപ്പോൾ കുറ്റബോധമാണെങ്കിലും ജാമ്യം കിട്ടി കല്യാണം കഴിച്ച് 2 മക്കളാവണ വരെ കുറ്റബോധം കൊണ്ട് ചാവാൻ വേണ്ടി ഇത്രയും കാലം ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് നമ്മൾ സമരം തുടങ്ങിയതിന്റെ കാരണം ഇനി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷയില്ലാന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഓരോരുത്തരും അവരുടെ വഴികൾ തിരഞ്ഞ് ഇങ്ങനെ ചാവാൻ കാരണം. മക്കൾ കൊല്ലപ്പെടാൻ ഇവരുടെയൊക്കെ കൈകൾ സപ്പോർട്ടിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നത്. ഇപ്പൊ ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ പ്രതികളായിട്ടുള്ളത് വലിയ മധുവും ഷിബുവും ഒക്കെ ഉണ്ട്. അതിലിപ്പോൾ മക്കൾ മരിക്കുന്ന സമയത്ത് ഷിബു ഞങ്ങളുടെ കൂടെ പണിക്കുള്ളൂ. ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാണ്. അപ്പോൾ എന്നിട്ട് അവനെ പ്രതി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ പോലീസുകാർ കണ്ടെത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവൻ പ്രതിയായിട്ടുള്ളത്, ഷിബു. നമ്മളെവിടെയും അവൻ തെറ്റുകാരനാണെന്നോ അല്ലെങ്കിൽ ഷിബു പ്രതിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരിതെല്ലാം കാരണം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ പ്രതി ചേർത്ത് അച്ഛനും അമ്മയാണ് പ്രതി എന്നുള്ളത്. കട്ടവരിന് കിട്ടാത്തത് കൊണ്ട് കിട്ടിയവർ. അപ്പം ഞങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും അറിയില്ല. ഇനിയിപ്പോൾ ഈ ഒരു തെറ്റെങ്കിലും അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഇതോടുകൂടി ഒതുങ്ങിക്കോളും എന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ അച്ഛനും അമ്മനെയും പ്രതി ചേർത്തെന്നാണ് എനിക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ല അല്ലാത്ത നമ്മളങ്ങനെ ഇവർ CBI ഇപ്പം അച്ഛനും അമ്മയും കുറ്റക്കാരാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പേടിച്ചിട്ട് ഒതുങ്ങി തീരേണ്ട ആൾക്കാരല്ല. കാരണം നമ്മൾ മക്കൾക്ക് നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഇവർ നമ്മൾ അച്ഛനും അമ്മയും പ്രതികളാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ച് പറിച്ച് മാറിയിരിക്കേണ്ട കാര്യം എന്തെന്നാ? അപ്പോൾ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരെന്ത് പറഞ്ഞാലും അത് നമ്മളിലൊന്നും അല്ല. മക്കൾക്ക് നീതി കിട്ടുന്നത് വരെയും നമ്മൾ അവസാന ശ്വാസം വരെയും സമരം ചെയ്യും. മാത്രമല്ല ഇപ്പോൾ സമരസമിതിയായിട്ട് ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ നാളുകളിലുള്ള സമരം എങ്ങനെയാണെന്നുള്ളതും നിയമപരമായിട്ടും കോടതിയെ സമീപിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സമരസമിതി സഹായത്തിനായി സർക്കാരിൻ്റെ അടുത്ത് സമീപിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹായം വേണ്ടി വന്നാൽ പോകേണ്ടി തന്നെ വരും. കാരണം സർക്കാരിൻ്റെ സഹായത്തോടു കൂടി മക്കളുടെ കേസ് നാളുകളിൽ വിജയിക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ പോകേണ്ട സാഹചര്യം വന്നാൽ പോകും. പക്ഷെ എന്തായാലും നമ്മൾ സർക്കാരിനെ എതിർത്തുകൊണ്ടല്ല, നമ്മൾ അവരോട് നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സർക്കാർ ഇപ്പം നമ്മളോട് പറയുന്നത് നമ്മളെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല അവർ പറയുന്നത്. ഇപ്പോൾ കുടുംബം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ CBI വേണോ, CBIനെ തരാം. ഇപ്പം നിങ്ങൾ പറയുന്ന വക്കീൽ ഏതാണോ വക്കീലിനെ തരാം എന്നൊക്കെ അവർ നമ്മളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ടെന്നല്ലാതെ ഇപ്പൊ രാജേഷ് മേനോനെ വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട് വർഷങ്ങളായി. അവരിന്ന് വരെയും രാജേഷ് മേനോനെ നമുക്ക് സർക്കാർ വക്കീലായിട്ട് നിയമിച്ച് തന്നിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തരാം
എന്നാ പറയുന്നത്. പക്ഷെ അതിൽ പയസ് മാത്യു ആണ്. പയസ് മാത്യു എന്തെങ്കിലും നിങ്ങൾ വന്ന് കാണുകയോ നിങ്ങളുമായി ഫോണിൽ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഇവരുടെ പേര് പറഞ്ഞു കേൾക്കുക എന്നല്ലാതെ മൂപ്പരെ നേര് കാണുമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ വളരെ മക്കൾക്ക് നീതി കിട്ടണം, അല്ലെങ്കിൽ ആ കേസ് വിജയിക്കണം എന്ന് ഈ പറയുന്ന വക്കീൽ, മക്കൾക്ക് വേണ്ടി കേസ് വാദിക്കാമെന്ന വക്കീലാണെങ്കിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫോണിലെങ്കിലും വിളിച്ചൊന്ന് സംസാരിക്കണമായിരുന്നു. സാഹചര്യങ്ങൾ അതുവരെ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ നേരിൽ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി, അയാൾക്ക് നല്ല ഉന്നതനായിട്ടുള്ള വക്കീലായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടും നമുക്ക് പരിചയമില്ലാത്തൊരു വക്കീലായതുകൊണ്ടും നമുക്ക് മൂപ്പരെ വിശ്വാസമില്ല. നമ്മുടെ കേസ് വിജയിക്കണമെങ്കിൽ, യഥാർത്ഥ പ്രതിയിൽ എത്തണമെങ്കിൽ അത് രാജേഷ് മേനോൻ വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. ആ കാര്യം സർക്കാരിന് മുമ്പിൽ വീണ്ടും വെക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് രാജേഷ് മേനോനെ, വാളയാർ കേസ് വിജയിക്കണമെങ്കിൽ രാജേഷ് മേനോൻ വന്നേ പറ്റൂ. ഞങ്ങൾക്ക് വിശ്വാസം രാജേഷ് മേനോനെയാണ്. അപ്പോൾ രാജേഷ് മേനോനെ കൊണ്ടുവരാൻ വേണ്ടിയും മക്കളുടെ കേസ് നീതി അവസാനം വരെ ഇതാകാനും വേണ്ടി നമ്മൾ തുടർന്ന് സമരം ചെയ്യുന്നതിന് ചെയ്യും. നിങ്ങൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ള ഈ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടുള്ള ആ കുറ്റപത്രത്തിനെതിരെ നിയമപോരാട്ടം നടത്തുന്നതിനോടൊപ്പം തന്നെ രാജേഷ് മേനോനെ പ്രോസിക്യൂട്ടറായി കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ഉയർത്തും. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ അച്ഛനും അമ്മയും കുറ്റക്കാരാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ വാളയാർ മക്കളുടെ കേസ് വിജയിക്കണമെങ്കിൽ രാജേഷ് മേനോൻ വന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഏത് വക്കീൽ വന്നാലും കേസ് വീണ്ടും അട്ടിമറിക്കപ്പെടും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്തരത്തിലൊരു സഹായം ചെയ്ത് നൽകണം എന്നുള്ളതാണ് നിങ്ങളുടെ ഇത് സഹായം പറഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യമാണല്ലോ. ഞങ്ങളിപ്പോൾ ഇത് ഒരുപാട് കേസുകൾ, ഇപ്പൊ TPന്റെ കേസൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാ. ഈ ആവശ്യം സർക്കാർ പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം തീർച്ചയായിട്ടും അല്ല, ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ വേറൊന്നും അല്ലല്ലോ ചോദിക്കണം. ഞങ്ങളുടെ മക്കളുടെ കേസ് ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വക്കീൽ കേസ് അന്വേഷിച്ച് നല്ല രീതിയിൽ വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് രാജേഷ് മേനോന് വേണമെന്ന് പറയുന്നത്. അത് സാധിച്ചു തരാൻ സർക്കാരും CBI എന്തിനാണ് മടിക്കുന്നത്? ഇപ്പൊ ഈ പയസ് മാത്യൂസ് പറയുന്ന വക്കീലിനെ കൊണ്ടുവന്ന് വെച്ചു, പകരം രാജേഷ് മേനോനായ എന്താ കുഴപ്പം? ഞങ്ങൾക്ക് വിശ്വാസം രാജേഷ് മേനോനെയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇവർ തരുന്നില്ല? അപ്പൊ ഇതിലെന്തോ ഈ അമ്മയ്ക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടല്ലോ. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരമ്മ ഇതിലിപ്പോൾ വരുന്ന ഒരു കേസ്, ഒരു സംവാദം, ചർച്ചയ്ക്ക് എല്ലാം വിധേയമാകുന്ന ഒരേ ഒരു വിഷയം, അമ്മയും അച്ഛനും ഇതിൽ പ്രതി ചേർക്കപ്പെട്ടു ഇപ്പോൾ. പക്ഷേ അമ്മയും അച്ഛനും നേരിട്ട് ഇതിൽ ബന്ധമുണ്ടെങ്കിൽ എന്തിന് അവരെ എങ്ങനെ CBI ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ പ്രശ്നത്തിന് ഇത്രയും വലിയൊരു, അതായത് തലമുണ്ടനം വരെ അവർ ചെയ്തു കേട്ടോ. അത്രയും അത് വലിയ സംഭവമാണെന്നല്ല, അത് ആ ഒരു അവസ്ഥയിലേക്ക് എന്തും ചെയ്യാൻ തയ്യാറാകും. ഈ ഒരു കേസ് CBIക്ക് വിട്ടില്ലെങ്കിൽ തങ്ങൾ മരണം വരെ ഇതിന് മുന്നോട്ട് പോകും എന്നുള്ളൊരവസ്ഥയിൽ വരെ അവർ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ CBI ഇതിൽ അച്ഛനും അമ്മയും പ്രതിയാണ് എന്ന് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എനിക്കുള്ള സംശയം, ഇത് അഭിനയിക്കുമായിരുന്നു അവർ, അതോ ഇതിൽ 2-3 സെന്റൻസുകളുണ്ട്. അതായത് ഈ അമ്മ പറയുന്ന 2-3 സെന്റൻസുകളുണ്ട്. മോൾ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന്, ചൂഷണത്തിന് വിധേയമായോ എന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ കേസ് കൊടുക്കണമെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു പോലും. അതൊക്കെ അതൊക്കെ എനിക്ക് എഴുത്തും വായന അറിയില്ല, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, അതുകൊണ്ട് എനിക്കറിയാം. അത് പക്ഷെ അങ്ങോട്ട് വിശ്വസനീയമല്ല. ആ ഒരു അമ്മയുടെ ആ ഒരു സെൻറ്റൻസ് വിശ്വസനീയമല്ല. ഇപ്പം ഒരു വിദ്യാഭ്യാസ യോഗ്യതയും വേണ്ടല്ലോ. തൻ്റെ മകള് ചൂഷണത്തിന് വിധേയമായി എന്ന് പറഞ്ഞാൽ അത് പോലീസിനോട്, കോടതിയൊക്കെ അറിയിക്കണമെന്ന് തന്നെ വിദ്യാഭ്യാസം വേണമെന്നുള്ളത് ഒരു പുതിയ അറിവാണ് കേട്ടോ. അവിടെ എനിക്കൊരു ചെറിയ ഇതുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ വേറെ ഒരുപാട് വാർത്ത, അമ്മ കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു. അപ്പോൾ അതിലെല്ലാം നല്ല ശക്തമായിട്ട് നിന്ന് പോരാടുന്ന ഒരു അമ്മയാണ് ഞാൻ കണ്ടത്. ആ അമ്മയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അമ്മ സംസാരിക്കുന്ന ഒരു ലോ പോയിന്റ് ആയിട്ടാണ്. ഇപ്പം നമുക്ക് പോലും ഓരോ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്മ ക്വാളിഫൈഡ് അല്ല എന്ന് അമ്മ പറയുന്നുണ്ട്. അതിൽ അമ്മയ്ക്ക് അറിയില്ല, എഴുത്തുവാനും അറിയില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അമ്മ ഇത്ര ശക്തമായിട്ട് സംസാരിക്കുക, അത് ഓരോ പോയിന്റായിട്ടാണ് പറയുന്നത്. കാര്യങ്ങൾക്ക് പിന്നെ ഒരു ചോദ്യമില്ല അവിടെ. അമ്മ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് അത്രമാത്രം ശക്തമായിട്ടാണ് അമ്മ ഓരോ നിലപാടും പറയുന്നത്. അമ്മ പറയുന്നത് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് CBIക്ക് ഇതിൽ പങ്കുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ ഓരോ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്ന ഈ അമ്മയ്ക്ക് സ്വന്തം മകൾ ചൂഷണത്തിന് വിധേയമായി എന്ന് അറിഞ്ഞപ്പോൾ നേരെ പോലീസിനെ ബന്ധപ്പെടാൻ അറിയില്ല എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനോട് യോജിക്കാൻ കഴിയുന്നില്ല. എന്തോ ആയിക്കോട്ടെ, ഇതിൽ ആരാണ് തെറ്റ് ശരിയെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും ആ കുട്ടികൾക്ക് നീതി ലഭിക്കണം. മീൻസ് ഇനി ഇതുപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകരുത്. ഞാൻ ഫേസ്ബുക്ക് പേജിൽ ഒരു നോട്ട് കണ്ടു കേട്ടോ. അമ്മ എന്ന വാക്കിന് ഇവർ അർഹയല്ല എന്നാണ് അതിനകത്ത് കിടക്കുന്ന ഒരു പോയിന്റ്. കാരണം
അവർ നേരിട്ട് ഇതിൽ ബന്ധപ്പെട്ടില്ല എങ്കിലും ഈ പറയുന്നത് ശരിയാണെങ്കിൽ തൻ്റെ മകള് ഇന്നൊരാളിൽ നിന്ന് ആളുടെ വ്യക്തിയുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല, അത് നിങ്ങൾ വാർത്തയിലൂടെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ആ വ്യക്തിയിൽ നിന്ന് ചൂഷണത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അത് പോലീസിനെ അറിയിച്ച് തൻ്റെ മകൾക്ക് നീതി വാങ്ങി കൊടുത്തിരുന്നു എങ്കിൽ, ആദ്യത്തെ കുട്ടിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിച്ചിരുന്നു എങ്കിൽ ആ കുട്ടികൾ രണ്ടും ഇപ്പോൾ ജീവനോട് ഉണ്ടായേനെ എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നേരിട്ടോ അല്ലാതെയോ അവർക്കതിൽ ബന്ധമില്ലേ, ഈ പറയുന്നതൊക്കെ ശരിയാണ് എങ്കിൽ. പിന്നെ അമ്മ പറയുന്നുണ്ട്, ഒരു 2ാം പ്രതി അതിൽ വന്ന ഒരു വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. ആ പ്രതി അവരുടെ കൂടെ ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് ആ വ്യക്തി എങ്ങനെയാണ് പ്രതി ചേർക്കപ്പെട്ടത് എന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇവർക്ക് എന്തൊക്കെയോ ഹിഡൻ അജണ്ടകളുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. നിഗൂഢമായ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം ഈ CBIയുടെ കുറ്റപത്രവും അമ്മയുടെ വാർത്ത ഇന്റർവ്യൂവിൽ കൊടുക്കുന്ന ഓരോ സംഭവങ്ങളും പറയുന്ന ഓരോ കാര്യങ്ങളും തമ്മിൽ ഒരുപാട് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. CBIക്ക് എന്താണ് അതിനകത്ത് പ്രതികളെ നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. പിന്നെ ആരെ രക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു സംഭവം അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് ആരാണ് ശരി ആരാണ് തെറ്റെന്ന് അറിയില്ല. അമ്മയുടെ ഭാഗമാണോ ശരി, അതോ CBIയുടെ കുറ്റപത്രമാണോ ശരിയെന്ന് അറിയില്ല. നമുക്ക് ഇത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയും. അതായത് അമ്മ പറയുന്നുണ്ട്, രാജേഷ് മേനോൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ അവർ കൊടുക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ സമീപിക്കുമെന്നും ഇതിൻ്റെ ഈ സമരം ഇവിടെ അവസാനിക്കില്ല എന്നും നീതി കിട്ടുന്നതുവരെ തുടരുമെന്നും ഈ അമ്മ പറയുന്നുണ്ട്. അതായത് യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ ഇത് മുന്നോട്ട് പോകുമെന്ന് ഈ അമ്മ പറയുന്നുണ്ട്, മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ CBIയുടെ ഈ കുറ്റപത്രത്തിൽ അമ്മയും അച്ഛനെയും ഓരോ വ്യക്തമായ ഓരോ ഇൻസിഡന്റ് പറഞ്ഞ് അവർക്ക് അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് തുടരെ എന്താകുമെന്ന് നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. അവസാനം ഇതിൽ ആരായിരിക്കും പ്രതിയായിട്ട് വരുന്നതെന്നും ഇവർക്ക് ഇതിനകത്തുള്ള പങ്ക് എന്താണെന്ന് തെളിയിക്കപ്പെടുമോ. നമ്മൾ അങ്ങനെ വരരുതേ എന്നാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും ഇതിൽ പങ്കുണ്ടാകരുതേ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാനും ഒരു അമ്മയാണ്. അപ്പോൾ എനിക്ക് 2 പെൺമക്കളുണ്ട്. അപ്പം ഒരിക്കലും അവർ ഈ ഒരു ഇതിൽ പങ്കാളിയാകരുത്, അവരിതിൽ നിരപരാധി ആയിരിക്കണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാര്യം ഒരു അമ്മയ്ക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നതാണ് എൻ്റെ നിലപാട് കേട്ടോ. കാര്യം ഇതിലെന്തെങ്കിലും വീഴ്ച, ഈ അന്വേഷണത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വീഴ്ച ആയിരിക്കണേ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം അല്ലെങ്കിൽ ആ മക്കൾ എങ്ങനെ സഹിക്കൂലേ, ഒരിക്കലും ആ ആത്മാവിന് പോലും ശാന്തി ലഭിക്കാതെ പോകും. ഓക്കെ, എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ടാകും. കാര്യം ഇതിൽ അവർ മുഖ്യമന്ത്രിയെ കണ്ട് പുനരന്വേഷണം ആവശ്യപ്പെടുകയും അതുപോലെ അഡ്വക്കേറ്റായിട്ട് രാജേഷ് മേനോനെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ കേസ് വീണ്ടും കറങ്ങി തിരിഞ്ഞ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.